നമ്മുടെ വീട്ടിലുള്ള കുട്ടികളൊക്കെ കള്ളം പറയത്തില്ലേ? അപ്പോൾ അവരിൽ വരുന്ന ഭാവമാറ്റങ്ങളെ പറ്റിയിട്ടാണ്. കൊച്ചുകുട്ടിയായിക്കോട്ടെ, കുറച്ച് മുതിർന്നവരായിക്കോട്ടെ, വയസ്സായ ആൾക്കാരായിക്കോട്ടെ. കുട്ടികളാകുമ്പോൾ നമ്മൾ വീട്ടിൽ വെച്ചേക്കുന്ന മുട്ടായിയോ സ്വീറ്റ്സോ എന്തെങ്കിലും എടുക്കരുത് എന്ന് പറഞ്ഞ് വെച്ചിരുന്നാൽ അവരത് എടുക്കും. അപ്പോൾ നമ്മൾ എടുത്തോ എന്ന് ചോദിച്ചാൽ അവരെടുത്തില്ല എന്നേ പറയും. സൂക്ഷിച്ചു നോക്കിയാലും എന്ത് ചെയ്യുന്നുണ്ട്, അവർ പറയും അവരെടുത്തിട്ടില്ല എന്ന് പറയും. പക്ഷേ അവർ കഷ്ടപ്പെട്ട് പറയുമ്പോൾ അവരെ നമ്മൾ തന്നെ നോക്കുമ്പോൾ മനസ്സിലാകും. കണ്ണിലെ ഭയം, തൊണ്ടയിലെ ഇടർച്ച, ഇതൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം അവർ ആ സാധനം എടുത്തു എന്ന്. അവരുടെ ശരീരഭാഗങ്ങൾ തന്നെ ആ സത്യം വിളിച്ചു പറയുന്നുണ്ടാവും അല്ലേ. പിന്നെ കുട്ടി 2 കൈയും ഉയർത്തിയിട്ട് അവരുടെ മുഖത്ത് കൊണ്ടുവന്ന് തടയുന്നത് ആ ഭാവങ്ങളൊക്കെ മറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അവരിത് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. അവനൊരു ഫിലിം കാണണം. വീട്ടിൽ ചോദിച്ചാൽ പൈസ കിട്ടത്തില്ല. അപ്പം അവൻ എന്താ ചെയ്യുന്നത്, അവൻ്റെ അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത്. ഇപ്പം അച്ഛൻ ചോദിക്കുകയാണ്, മോനെ നീ എൻ്റെ നിന്ന് പൈസ എടുത്തോ, പേഴ്സിൽ നിന്ന് പൈസ എടുത്തോ? ഇല്ല. അച്ഛൻ്റെ പേഴ്സോ? അതെവിടെയാ? പേഴ്സ് ഞാൻ കണ്ടിട്ടേ ഇല്ല. അങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നത്. അവൻ്റെ കൈയും വായ്ക്ക് ചുറ്റും പരതി നടക്കുന്നുണ്ടാവും. വിരലുകൾ ചുണ്ടിനെ പിടിച്ച് അമർത്തുന്നതും ഒക്കെ കാണാം. അതേസമയം ഒരു മധ്യവയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ എന്ത് ചെയ്യും, ശരീരഭാഷ മനസ്സിലാക്കാൻ വളരെ പ്രയാസമായിരിക്കും. കുറേ കാലമായി നുണ പറഞ്ഞ് കാര്യങ്ങൾ തനിക്ക് അനുകൂലമാക്കിക്കൊണ്ടിരുന്നവർക്ക് തങ്ങൾ പറയുന്ന നുണകൾ സത്യത്തിൻ്റെ പരിവേഷമണിയിക്കാൻ അവർക്ക് വേറെ പ്രയാസമൊന്നും ഉണ്ടാവത്തില്ല. അവർ പറയുമ്പോൾ സൂക്ഷ്മമായി അവരെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവർ കാപട്യമാണ് പറയുന്നതെന്നുള്ളത്. മുതിർന്ന ആൾക്കാർ നുണ പറയുമ്പോൾ അവരുടെ കൈകൾ, ചുണ്ട്, കണ്ണുകൾ, നെറ്റി മുതലായവയുടെ ചലനങ്ങളും ഭാവങ്ങളും നോക്കിയാൽ തന്നെ നമുക്ക് സത്യം മനസ്സിലാവും. സ്വീറ്റ്സിൻ്റെ കാര്യത്തിൽ ഒരു 5 വയസ്സുകാരനോ കാര്യമോ പറയുന്ന നുണ അവരുടെ ശരീരഭാഷയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേസമയം കുറച്ചുകൂടെ മുതിർന്ന കുട്ടിയാകുമ്പോഴത്തേക്ക് ഒരു 17കാരനോ 15കാരനോ ഒക്കെ നുണ പറയുമ്പോൾ അവൻ്റെ ശരീരഭാഷയിൽ നിന്ന് സത്യാവസ്ഥ മനസ്സിലാക്കുന്ന കുറേ കൂടി പ്രയാസമാണ്. പക്ഷേ മധ്യവയസ്കരായവരാണെങ്കിലോ അതിലും ഭയങ്കര പ്രയാസമാണ്. കള്ളം പറച്ചിൽ ശീലമാക്കിയ ഒരാൾ ഇപ്പം കടം വാങ്ങിയാലും തിരിച്ചു കൊടുത്തെന്ന് പറഞ്ഞാലും പിന്നെ നമുക്കതിൻ്റെ പുറകെ പോകാനേ പറ്റുള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ?